പൊന്നോണത്തിന്റെ വരവ് വിളിച്ചോതി ഇന്ന് തൃപ്പൂണിത്തുറയിൽ ചരിത്രപ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്ര. നിരവധി നാടൻ കലാരൂപങ്ങൾ ഉൾപ്പെടെ അണിനിരന്ന ഘോഷയാത്ര കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായി. മന്ത്രിമാരും ചലച്ചിത്ര താരങ്ങളും ഇക്കുറി വിശിഷ്ട അതിഥികളുമായി. കൗതുകവും ആവേശവും നിറയുന്നതായി അത്തച്ചമയ ഘോഷയാത്ര. മാവേലി വേഷം, ഗജവീരൻ, വാദ്യമേളങ്ങൾ, നാടൻ കലാരൂപങ്ങൾ അങ്ങനെ ഒന്നൊന്നായി അണിനിരന്നു. സമൃദ്ധവും സുന്ദരവുമായ മറ്റൊരു ഓണക്കാലത്തിന്റെ വരവറിയിക്കുന്നത് കൂടിയായി ഘോഷയാത്ര. പുലികളി, തെയ്യം, തിറ, കരകാട്ടം, മയിലാട്ടം എന്നിവയെല്ലാം മനം നിറച്ചു. അത്തച്ചമയ ഘോഷയാത്ര കാണാൻ പതിനായിരങ്ങളാണ് തൃപ്പൂണിത്തുറയിലേക്ക് ഒഴുകിയെത്തിയത്. രാജവീതിക്ക് ഇരുവശവും നിന്ന് അവർ ആർപ്പുവിളികളോടുകൂടി ഘോഷയാത്രയെ സ്വീകരിച്ചു. ഇതോടൊപ്പം ദൃശ്യങ്ങൾ പലരും മൊബൈലിൽ പകർത്തുകയും ചെയ്തു. പ്രച്ഛന്നവേഷവും കനകാട്ടവും കാവടിയാട്ടവും നിശ്ചലദൃശ്യവും ബാൻഡുമേളവും എല്ലാം ഗംഭീരമായി. മന്ത്രി MP രാജേഷാണ് ഇത്തവണത്തെ അത്തച്ചമയ ആഘോഷം ഉദ്ഘാടനം ചെയ്തത്. എത്ര ചവിട്ടിത്താഴ്ത്തിയാലും സമത്വ ദർശനം ഏത് പാതാളത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഓണം പറയുന്നതായി മന്ത്രി P രാജീവ് അത്തനഗറിൽ അത്തപതാക ഉയർത്തി. ഭിന്നശേഷി സൗഹൃദമായിരുന്നു ഇത്തവണത്തെ അത്തച്ചമയ ആഘോഷം. ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് അത്തച്ചമയം കാണാൻ പ്രത്യേക സൗകര്യം ഒരുക്കിയിരുന്നു. നടൻ ജയറാം അത്തച്ചമയ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. താരങ്ങൾ അത്തച്ചമയ ഓർമ്മകളും ഓണവിശേഷങ്ങളും മാതൃഭൂമി ന്യൂസിനോട് പങ്കുവച്ചു. കുട്ടിക്കാലം തൊട്ട് ഈ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ മേളവും അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിലെ ഈ അത്താഘോഷവും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നടക്കുന്ന മേളവും ഇതെല്ലാം ദൂരെ നിന്ന് നോക്കിക്കണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അതിലൊക്കെ പങ്കെടുക്കാൻ കഴിയാന്ന് പറയുന്ന ജീവിതത്തിൽ മഹാഭാഗ്യം തന്നെയല്ലേ. അത്തച്ചമയ ഘോഷയാത്ര നഗരം ചുറ്റിയപ്പോൾ അതൊരു ത്രസിപ്പിക്കുന്ന കാഴ്ചയായി. വൻ ജനപങ്കാളിത്തം ഇക്കുറി കാണാമായിരുന്നു. അതോടൊപ്പം വ്യത്യസ്തതകൾ ഏറെ ഉണ്ടായിരുന്നു താനും. അത്തം 10 പൊന്നോണം. മലയാളിക്കിനി ഓണാഘോഷത്തിന്റെ നാളുകളാണ്. ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.